പിന്നെ ലൈഫിൽ ഫുള്ള് മാറ്റങ്ങളായിരിക്കും എന്ന് എല്ലാവരും പറയുമെങ്കിലും ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. കാത്തു സൂക്ഷിച്ച് കിട്ടിയ ഒരു ഓഫ് ഡേക്ക് കിട്ടിയ വണ്ടി റെന്റിനെടുത്ത് ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോയതാണ്. സെക്കൻഡ് ട്രൈമസ്റ്റർ ഗോൾഡൻ പീരീഡ് ആണ്, മാക്സിമം എൻജോയ് ചെയ്തെന്ന് എല്ലാവരും പറയും. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ, പ്രഗ്നൻസിയിൽ പിറ്റേ ദിവസം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പ്രിഡിക്റ്റബിൾ അല്ല. അതുകൊണ്ട് ഓക്കെ ആയിട്ടുള്ള ആ ഒരു നിമിഷം നമ്മൾ കുറച്ചെങ്കിലും എൻജോയ് ചെയ്യുക, അതാണ് എൻ്റെ പോളിസി. എബിച്ചിന്റെ ഷോപ്പിംഗ് ടൈം മിനിമം 2 hours ആണ്. ഈ ഒരു അവസ്ഥയിലാണ് അതിന്റെ ഇന്റൻസിറ്റി എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തത് കേട്ടോ. ജങ്ക് ഫുഡിനോടുള്ള ക്രേവിങ്സ് ഈയിടെ ഇച്ചിരി കൂടുതലാണോ എന്നൊരു സംശയം. പക്ഷേ എബിച്ചിന് എത്ര നിർബന്ധിച്ചാലും നമ്മുടെ വാവയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ ക്രേവിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെയുള്ള ആ ഒരു ദിവസം ഇന്നാണ്. ഫുഡും കഴിച്ച് പ്രോപ്പർ റെസ്റ്റ് എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ മാസങ്ങളായിട്ട് എന്നെ കൊതിപ്പിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സംഭവത്തിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറി നമ്മൾ നേരെ കരാമയിൽ വിട്ടു. നിങ്ങളുടെയൊക്കെ ലൈഫ് എന്ത് അടിപൊളിയാ, നല്ലത് മാത്രമല്ലേ നടക്കാറുള്ളൂ എന്ന് വീഡിയോസ് കണ്ട് കുറെ പേര് ഇൻബോക്സ് ചെയ്യുന്നുണ്ട്. സങ്കടങ്ങളും ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏത് മനുഷ്യനാ ലോകത്തുള്ളത്? ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ചെറിയ സങ്കടങ്ങൾ പോലും ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്ന ആൾക്കാരെക്കാൾ എത്ര ഭേദമാണല്ലേ വലിയ സങ്കടങ്ങൾക്കിടയിലും ചെറിയ സന്തോഷങ്ങൾ വലുതായി കാണിക്കുന്ന നമ്മളൊക്കെ. വീഡിയോ ഇട്ടാ നസർ അല്ലെങ്കിൽ കണ്ണീർ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതിന്റെ ഒപ്പീനിയൻ ഒന്നും നിങ്ങൾ പറയണേ. കാറിന്റെ റെന്റിന്റെ സമയം കഴിയുന്നത് വരെയല്ലേ നമുക്കിതൊക്കെ പറ്റും. യാത്രയുടെ ഹാങ് ഓവർ മാറാനുള്ള സ്ഥിരം 5 minute മസാജും ബേബിക്കുള്ള കഥ പറച്ചിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ദിവസം തീർന്നു ഗൈസ്.